കാണുന്നുണ്ടോ? ഇപ്പം സമയം 4:33 AM. അപ്പം ഞാൻ എണീച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടുള്ളൂ. ഇനി റെഡി ആവണം. ഒരു സ്ഥലം വരെ പോകാം കേട്ടോ. എങ്ങോട്ടേക്കാന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയാ പറയാം. അച്ചൂട്ടൻ നല്ല ഉറക്കമാണ്, അവനെങ്ങനെയെങ്കിലും എടുക്കണം. ഒരു 5 മണിയാകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇറങ്ങാനുള്ള പ്ലാനാണ്. നടക്കുമെന്നറിയില്ല, നോക്കാം. പിന്നെ എങ്ങോട്ടേക്കാന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോയിൽ വഴിയേ പറയാം. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എത്രത്തോളം എടുക്കുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ അങ്ങനെയാണ്. ചില സമയത്ത് വീഡിയോ തന്നെ എടുക്കാൻ മറന്നു പോകും. എവിടെയെങ്കിലും പോയാൽ സ്ഥലം കാണണം, അതാണ് മെയിൻ കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന പോലെ ഞാൻ എടുക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 3 ദിവസത്തെ ട്രിപ്പിന് പോകുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് അത്ര വലിയ വീഡിയോ ഒന്നും ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിന് മാത്രം കാണാനുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചായിട്ട് വീഡിയോ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു ലൈഫിൽ അടിപൊളിയായിട്ട് ഹാപ്പിയാണ്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു ലൈഫാണ് എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ മുന്നേ കാര്യങ്ങൾ വേറൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അതൊക്കെ പോട്ടെ. എന്നാലും ഞാൻ വിചാരിച്ച പോലെ തന്നെ വേറൊരു ലൈഫാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ എന്തായാലും എനിക്കിങ്ങനെ കറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കേരളത്തിലെ 14 ജില്ലയും കറങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു മിനിറ്റെങ്കിലും ഇരുന്നിട്ട് ചായയെങ്കിലും കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാനിത് വലിയ സംഭവമായിട്ട് പറഞ്ഞതല്ല. എനിക്കറിയാം ഈ തൊട്ടടുത്ത ജില്ലയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത സ്ഥലത്ത് പോലും പോകാത്ത പെൺകുട്ടികളെ എനിക്ക് പറയാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ശരിക്കും 14 ജില്ലയിലും പോയിട്ടുണ്ട്. പിന്നെ കർണാടകത്തിലും കേരളത്തിലും ആന്ധ്രയിലും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല ഞാൻ പറയുന്നത്. തമിഴ്നാടും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല, ഈ കേരളത്തിനകത്ത് തന്നെയെങ്കിലും നമുക്ക് ഈ 14 ജില്ലയും പോയി എന്ന് പറയുന്നത് തന്നെ എനിക്കതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. എല്ലാ സ്ഥലവും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പത്തനംതിട്ടയിൽ മാത്രമായിരുന്നു ഞാൻ പോകാതിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം വാഗമണ്ണ് പോയതോടെ അവിടെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഏതൊക്കെ ജില്ലയിലാണ് നിങ്ങളെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് എല്ലാ ജില്ലയും ഓരോ ജില്ലയും അതിൻ്റെതായ ഭംഗി എല്ലാ ജില്ലകൾക്കും ഉണ്ട്, എല്ലാ സ്ഥലങ്ങൾക്കും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എല്ലാം ഡിഫറൻ്റ് ആണ്, ഓരോ ജില്ലയ്ക്കും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ 5 മണി എന്നുള്ളത് ഒരു 5:30 മുന്നേ ആയിട്ടൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ട്രിപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അച്ചൂട്ടനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അച്ചൂട്ടന് ഇപ്പം ഞങ്ങൾ ഈ ഒരു 3 വയസ്സിനിടയ്ക്ക് എത്ര കിലോമീറ്റർ ബൈക്കിൽ പോയിട്ടുണ്ടാവും ഞങ്ങൾക്ക് തന്നെ കണക്കും കഴിയില്ല. കാരണം ഒരു 3 പ്രാവശ്യം മൂന്നാർ പോയി, പിന്നെ 2 പ്രാവശ്യം വാഗമണ്ണ് പോയി. ഇത് 2ാമത്തെ ട്രിപ്പാണ് വാഗമണ്ണിലേക്ക് കേട്ടോ. നമ്മൾ എവിടെയാണ് പോകുന്നതെന്നൊന്നും ഒളിപ്പിച്ചിട്ട് കാര്യമില്ല, നമ്മൾ വാഗമണ്ണിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് 2ാമത്തെ ട്രിപ്പാണ് വാഗമണ്ണിലേക്ക്. അതുകൂടാതെ ഏറ്റവും വലിയ ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുള്ളത് 560 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇവിടെ നിന്നും എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ എന്തായാലും അങ്ങോട്ടൊക്കെ ഞങ്ങൾ ബൈക്കിൽ ഒരു 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു 3 വയസ്സിനിടയ്ക്ക് അച്ചൂട്ട് അത്രയും കിലോമീറ്റർ ബൈക്കിൽ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ വരാനുള്ളത് എന്തായാലും വഴി തങ്ങൂല, നമ്മൾ ശ്രദ്ധിച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും വരേണ്ടത് എന്തായാലും വരും. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ഒരു വിശ്വാസത്തിൽ അങ്ങ് പോവാം, അത്ര തന്നെ. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ഒരു അധികം വെയിലാവുന്ന മുന്നേ നമുക്ക് അവിടെ എത്താമെന്നുള്ളതിലായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു എഡിറ്റ് ചെയ്യുന്ന ഈ ഒരു സമയത്താണ് പോയിട്ടുണ്ടായിരുന്നേ, കുറച്ചും കൂടെ ഒരു വൈബ് കിട്ടിയാണേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയ സമയത്ത് ഫുള്ള് കോടമഞ്ഞുകൊണ്ട് മൂടിയിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു എരുമേലി അമ്പലവും അതുപോലെ വാവരസ്വാമീൻ്റെ പള്ളിയും ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ പോയിട്ടുള്ളത്. നമ്മൾ കോട്ടയം വഴിയല്ല നമ്മൾ പോകുന്നത്, റാന്നി വഴിയാണ് കേട്ടോ. പത്തനംതിട്ട റാന്നി വഴിയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ്, ഫോറസ്റ്റും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിലേ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോകുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ റൂമിലെത്തിയതും. ഞങ്ങൾ ഹോം സ്റ്റേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അവിടെ എത്തിയത് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം ഈ ഒരു സ്ഥലം മിസ്സായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വീണ്ടും വാഗമണ്ണ് തന്നെ ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു സ്ഥലമാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തായാലും അടുത്ത് തന്നെ പോകും കുറച്ച് കഴിയുമ്പോൾ, അപ്പോൾ അത് പറയാം കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ ഈ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതാണ് കേട്ടോ KPM ഫിഷ് ഫാം. കുറേ പേരെങ്കിലും അറിയാതെങ്കിലും മിസ്സായി പോകുന്നൊരു സ്ഥലമാണിത്. നമുക്ക് ഈ വാഗമണ്ണിൽ നിന്ന് ഒരു 11 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ KPM ഫിഷ് ഫാമിലേക്ക് എത്തുക. നമുക്കിതിൻ്റെ അകത്തോട്ടുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 50 രൂപയും അതുപോലെ തന്നെ ഈ ഒരു കൊട്ട വഞ്ചി കയറണമെങ്കിൽ ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ. ഈ ഒരു ഇതല്ല വഞ്ചി അല്ലാതെ നമുക്കിവിടെ കുറേ ഒരു കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കപ്പിൾസിനൊക്കെ ആണെങ്കിൽ ഇരുന്ന് വർത്തമാനം പറയാനും അങ്ങനെയൊക്കെ പറ്റുന്നൊരു സ്ഥലമുണ്ട്. അതല്ലാതെ നമുക്ക് എന്താ പറയുക ഫിഷ് സ്പാ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മീനെ കാലിൽ കൊത്തിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനൊന്നും പോയിട്ടില്ല. പിന്നെ ഇത് ഞാൻ പോയതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. ഈ തോണിയിലും ബോട്ടിലൊക്കെ കയറുന്നത് ഭയങ്കര പേടിയാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല, കാരണം പേടിയുള്ളതുകൊണ്ട്. അല്ലാതെ നോക്കുമ്പം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഈ മീനുകൾക്ക് ഫീഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. നമ്മുടെ വഞ്ചീൻ്റെ ചുറ്റും ഇത്ര അലങ്കാര മത്സ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ തോണി അനങ്ങുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നേ. അല്ലാത്തവരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ.
ഈ ഒരു പാറമട കുളത്തിലാണ് ഈ മീനുകളെ ഫുള്ള് ഇട്ട് വെച്ചിട്ടുള്ളത്. കളർ മീനുകളാണ് മറ്റേ നമ്മുടെ എന്താന്ന് പറയാ അതെനിക്കറിയില്ല. ആ ഒരു സംഭവം കേട്ടോ. എന്ത് വലിയ പാറമടയാന്ന് നോക്ക്. അയ്യോ, പക്ഷെ ഇവിടെ നല്ലൊരു കാമാൻ എന്താ പറയുക അങ്ങനത്തെ ഒരു സംഭവം, കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ. നല്ല രസമുണ്ട്. അയ്യോ, അച്ചൂട്ട് ഓടുന്നു. ഇവനെ എങ്ങോട്ട് ഓടുന്നേ? ഞാനിത് കോഴിയാന്ന് വിചാരിച്ചേ. എൻ്റെ മണ്ടത്തരം. അല്ലാണ്ട് എന്ത് പറയും. കുഴപ്പമില്ലായിരിക്കും. നല്ല നാട്ടമുണ്ട്. ഇത് ഗിനിക്കോഴി. ഗിനിക്കോഴി ഇതോ. ഇതെന്തോ വലിയ കോഴി. ദജ്ജിന് പറഞ്ഞു കൊടുക്കണം. അതാ കുഞ്ഞു. അതാ മറ്റേ എലി. അത് എന്തായാലും പറയുന്നത് മറ്റേ എലി കാണാ വെള്ള കളറ്. നല്ല നാട്ടമുണ്ട്. ഒരു അക്വേറിയത്തിലിട്ടൊരു പൈസ ആക്കുന്ന ഒരു മീനിന്. ആ ഒരു കൊട്ടവഞ്ചി ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും കൂടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ വഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 5 മണിയൊക്കെ ആയ സമയത്ത് പിന്നെ ഞങ്ങൾ മൊട്ടക്കുന്നിലേക്ക് പോകാൻ ധരിച്ചു. അപ്പം എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. മൊട്ടക്കുന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കണ്ടോ എന്തൊരു ഭംഗിയല്ലേ ഇവിടെ നോക്കുമ്പം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന ഫുള്ള് കോടയായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.